ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത കൽക്കി 2898 എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ സിനിമ നാഗ് അശ്വിൻ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 2021 ഹൈദരാബാദിൽ റാംജിറാവു ഫിലിം സിറ്റിയിൽ വെച്ച് ഷൂട്ട് തുടങ്ങിയ ഒരു പടമാണ് കൽക്കി. അപ്പോൾ അന്ന് അതിനുശേഷം കുറേ കോവിഡിൻ്റെ പ്രൊസീജിയേഴ്സ് കാരണം ഈ പടത്തിൻ്റെ ഷൂട്ട് കുറച്ച് കാലം നീണ്ടുപോവുകയും പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇത് ഷൂട്ട് ചെയ്ത് ഇപ്പോൾ ഒരു ദൃശ്യവിസ്മയമായിട്ട് നമ്മളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ സിനിമയിൽ അഭിനയിച്ച ആക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നടന്മാരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പ്രഭാസ് നായക ചിത്രം എന്ന് പറഞ്ഞാൽ തന്നെ കമലഹാസൻ, പ്രഭാസ്, ദീപിക പാദുക്കോൺ, വിജയ് ദേവർകൊണ്ട, ദുൽഖർ സൽമാൻ, ബ്രഹ്മാനന്ദം, നമ്മുടെ സംവിധായകൻ രാജമൗലി എന്ന് വേണ്ട അമിതാഭ് ബച്ചൻ, ഒട്ടേറെ പ്രമുഖരായിട്ടുള്ള താരങ്ങൾ അണിനിരുന്ന ഒരു ദൃശ്യവിസ്മയമാണ് കൽക്കി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹൈന്ദവ പുരാണ ചരിത്രത്തെയും പിന്നെ ഒരു സയൻസ് ഫിക്ഷനും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഒരു ദൃശ്യവിരുന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്ന ഒരു പ്ലോട്ട് നമുക്ക് കൺവിൻസിങ് എത്രമാത്രം ആൾക്കാരിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുമെന്നുള്ളത് കുറച്ച് പാടാണ്. കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് സയൻസ് ഫിക്ഷനും കുറച്ച് പുരാണങ്ങൾ അറിയാവുന്നവർക്ക് ഈ സിനിമയുടെ കുറേ സംഭവങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഈ സിനിമ സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ വളരെ സസ്പെൻസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ സിനിമയിൽ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള 3 പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. മലയാളത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ ശോഭന മാഡം നമ്മുടെ മലയാളികളുടെ സ്വന്തമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ആളാണ്. ശോഭന ഇതിലൊരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ DQ ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അന്നാബെൻ ഇതിലൊരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് എപ്പോഴും വ്യത്യസ്തമാർന്ന വേഷങ്ങൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു നടനാണ് കമലഹാസൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഈ അടുത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിലാണെങ്കിൽ തന്നെ ആ സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു അഭിനയം, എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു അഭിനയം കാഴ്ചവെച്ച ഒരു സിനിമയാണ് കൽക്കി. പിന്നെ പ്രഭാസ് ഏത് സിനിമയിലെ ഏത് റോളിന് വേണ്ടിയിട്ടും വളരെയധികം കഠിനമായി പ്രയത്നിക്കുന്ന ഒരു നടനാണ്. അപ്പോൾ പ്രഭാസിൻ്റെ ഒരു ഒരു ഭയങ്കര മാസ് പ്രകടനം ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, വിജയ് ദേവർകൊണ്ട, അദ്ദേഹമൊക്കെ ഈ സിനിമയിൽ അർജുനൻ്റെ വേഷം വളരെ നമുക്ക് അതിനപ്പുറം ഒന്നും പറയാം. ഈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. നമ്മൾ പുരാണ കഥകൾ നമ്മൾ പലതും ചിത്രങ്ങളിൽ വരച്ചു വെച്ചിരിക്കുന്നതും അങ്ങനെ ഫോട്ടോസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് തോന്നിക്കുന്ന ആ വേഷം നമ്മൾ എങ്ങനെയാണോ മനസ്സിൽ കാണുന്നത് അതുപോലെയുള്ള ആൾക്കാരെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. അപ്പം ശരിക്കും നമ്മുടെ പിന്നെ പഴയ കാലവും പിന്നെ അതുപോലെ കൃഷ്ണൻ്റെ യുഗവും പിന്നെ അതിനുശേഷം ഇനി കലിയുഗം വരുന്നതും, അപ്പം ആ ഒരു ദൈവപുത്രൻ്റെ വരവും അത് ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പം അതുണ്ടാവുന്നത്, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ അല്ലെങ്കിൽ ഈ പുരാണങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ഒക്കെയുള്ളൊരു എലമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര ദൃശ്യാനുഭവം നമ്മുടെ കണ്ണുകൾക്കും ചെവികൾക്കും, അല്ലെങ്കിൽ നമ്മൾ ആ കുറേ നേരം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് നിന്ന് പുറത്തിറങ്ങിയ പോലെ ഒരു പത്മവ്യൂഹത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു ഫീല് നമുക്ക് ഈ സിനിമയിൽ കിട്ടും. അപ്പം എല്ലാവരും തന്നെ ഈ സിനിമ മിസ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമുക്ക് ഈ സിനിമകൾ നമുക്ക് ഇതൊന്നും ശരിക്കും ഒരു OTT പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റിയ സിനിമയല്ല. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും സിനിമ കാണുക, കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം പുതിയൊരു സിനിമയുടെ റിവ്യൂമായിട്ട് കാണുന്നത് വരെ ബൈ.